ഹായ് ഹലോ എല്ലാവർക്കും ഷാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 500 ഗ്രാം ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അധികം കൂട്ടുകളൊന്നും വേണ്ട. ഞാൻ അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഉപ്പിട്ടു. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ്. 1.5 സ്പൂണ് കുരുമുളക് ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഡോണറ്റിലേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ പൊടിച്ച് നന്നായിട്ട് ഇതേ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മിക്സിങ്ങും കൂടി ആവശ്യമുണ്ട്. അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, ഈ ഡോണറ്റ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുറത്ത് ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ എടുത്തിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ട് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡോണറ്റ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതാണ്. ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം, ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ പച്ചമുളക് കൂടിയിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ വേണമെങ്കിൽ എന്ത് വെജിറ്റബിൾസൊക്കെ നമുക്ക് ചെറുതാക്കിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. കാരണം എന്നാൽ കുട്ടികൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിച്ചോളും. ഡോണറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വലിയ 2 സവാള കുനുകുന അരിഞ്ഞതും പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെയും കുറച്ച് അതേപോലെ സ്പ്രിംഗ് ഓണിയനും പിന്നെ ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ടാലും ഈ ചിക്കനും കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് കഴിച്ചിരിക്കും. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഉപ്പിടാണ്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇലകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 ക്യൂബ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഈ ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മസാല കൂട്ടുകളൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നേരത്തെ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ആ പൊടിച്ചെടുത്ത ചിക്കൻ കൂടി നമ്മൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ സാധാരണഗതിയിൽ ചില ആളുകളൊക്കെ മിക്സിയിലിട്ട് പൊടിക്കാറുണ്ട്. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് നന്നായി കുക്കറിലിട്ട് വേവിച്ചതാണല്ലോ. അപ്പോൾ ആ കുക്കറിലിട്ട് വേവിച്ചത് കൊണ്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെയും അതേപോലെ ഈ ക്യാപ്സിക്കത്തിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കനും ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇനി അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുകയാണ്.
ഈ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഇപ്പോഴൊക്കെ ഞാൻ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി ഒന്ന് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊരല്പം ഉപ്പിട്ടിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ചിക്കനും സവാളയും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ 2 കോഴിമുട്ട അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഓരോ ഉരുളയാക്കി എടുത്തിട്ടിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഇതേ പാകമാണ് കേട്ടോ. അധികം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കൈൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. ഇനി ഇതേപോലെ നടുവിലൊരു ചെറിയതായിട്ടൊരു കുഴി ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, നമ്മളിങ്ങനെ ഓരോന്നായിട്ട് തയ്യാറാക്കി വെക്കുകയാണ്. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാറ്റിൻ്റെ ഇതേപോലെ തന്നെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ സാധാരണ ഈ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രോസസ്സ്. ഈ ഡോണറ്റിനെ കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാണ്. അതിന് ശേഷം ഇതാ ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഉണ്ടാക്കി വെച്ചത് ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 എണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കരുത്. ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നോക്കൂ, ഈ സൈഡിലൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനൊക്കെ ഒന്ന് ഉള്ളിൽ ആദ്യം വെന്തിട്ടുള്ളതാണ്. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതാണല്ലോ. നമ്മുടെ ഡോണറ്റൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്. ഇത് നോക്കൂ, ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇത് നോക്കൂ, വാവ്, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യും. താങ്ക്